മതവിശ്വാസികൾ CPM മെമ്പർമാരാകുന്നതിൽ ആശയപരമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് KT ജലീൽ CPM മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതുവരെ ശ്രീ KT ജലീൽ ഒരു CPIM സഹയാത്രികനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന തീർത്തും തെറ്റാണ്. എന്താണ് അതിന്റെ കാരണം? കടുത്ത മതവിശ്വാസികൾ CPIM മെമ്പർമാരാവാത്തതാണ് CPIMനും അതുപോലെ തന്നെ ആ മതവിശ്വാസികൾക്കും നല്ലത്. അതായത് ഷഹാദത്ത് കലിമയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ മുസ്ലിം ആവാൻ സാധിക്കുകയുള്ളൂ. 10 കൽപ്പനകളിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് എങ്ങനെ നല്ലൊരു ക്രിസ്ത്യാനിയാവാൻ സാധിക്കും? അതുപോലെ CPIMനുമുണ്ട് ഒരു അടിസ്ഥാന പ്രമാണം. അതാണ് വൈരുദ്ധാത്മിക ഭൗതികവാദം അഥവാ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഈ വിശ്വാസത്തിന് 3 ധാരകളാണുള്ളത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെറ്റീരിയലിസം എന്നത് തന്നെയാണ്. മെറ്റീരിയലിസം അഥവാ ഭൗതികവാദം, അതായത് പ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായി എന്താണോ ഉള്ളത് അത് പദാർത്ഥമാണ്. മനുഷ്യന്റെ ജീവനിലോ, അതായത് അവന്റെ ജീവനിലോ അതുപോലെ തന്നെ അവന്റെ ഫെയ്റ്റിലോ അവന്റെ വിധിയിലോ ഒന്നും മാറ്റം വരുത്താൻ നമ്മുടെ വിശ്വാസങ്ങൾക്കോ പ്രമാണങ്ങൾക്കോ ഒന്നും സാധിക്കൂല. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് അവനെ കൊണ്ട് തന്നെ സാധിക്കൂ എന്നുള്ളതാണ് മെറ്റീരിയലിസ്റ്റിന്റെ അടിസ്ഥാനം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈമാൻകാരിയായി മദ്രസ പഠിച്ച ഏറ്റവും അടിസ്ഥാനപരമായത് മനുഷ്യന്റെ നന്മയും തിന്മയും ഒക്കെ തീരുമാനിക്കുന്നത് അള്ളാഹു ആണ് എന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ മെറ്റീരിയലിസ്റ്റ് ആവാൻ സാധിക്കും? രണ്ടാമത്തതാണ് ഡയലക്റ്റിക്കൽ വൈരുദ്ധാത്മികത, അതായത് വിരുദ്ധ ദിശയിൽ നിന്നുള്ള ഈ പ്രതിഫലനങ്ങൾ, വിരുദ്ധ ദിശയിൽ നിന്നുള്ള സംഘട്ടനങ്ങളാണ് നാട്ടിൽ പുരോഗതി ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ഇതോടൊപ്പം വായിക്കേണ്ട മൂന്നാമത്തെ ഒന്നാണ് നെഗേഷൻ ഓഫ് ദ നെഗേഷൻ അഥവാ നിഷേധത്തിന്റെ നിഷേധം. എന്താണ് നിഷേധത്തിന്റെ നിഷേധം? പഴയതിനെ പുതിയത് തിരുത്തും, പുതിയതിനെ ഇനി വരുന്ന മറ്റൊന്ന് തിരുത്തുമെന്നാണ് ഇതിനെക്കുറിച്ച് കാൾ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പം 10-15 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബിയുടെ മുടിയാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന മുടി ബോഡി വേസ്റ്റ് ആണെന്ന് അസന്നിഗ്ധമായിട്ട് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. അത് നെഗേഷൻ ഓഫ് ദ നെഗേഷൻ എക്സാമ്പിളാണ്. അദ്ദേഹം ഒരു കടുത്ത മാർക്സിസ്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് എളുപ്പത്തിൽ സാധിച്ചത്. അപ്പോൾ ആശയപരമായി ഇതിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റിന് മാത്രമേ കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ KT ജലീൽ ഇതുവരെ സഹയാത്രികനായിരുന്നു, അതിൽ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം പാർട്ടി മെമ്പർമാരാവുമ്പോൾ ഇദ്ദേഹം എന്നല്ല, ഇതുപോലെയുള്ള മതവിശ്വാസികളായ അമ്പല കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിക്കാരും ഈ പാർട്ടിയിൽ കയറിക്കൂടിയതാണ് ഇന്ന് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു നാശത്തിന്റെ കാരണമെന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതായത് ഇപ്പോൾ ശബരിമലയിൽ ഈ യുവതികൾ കയറിയാലും കയറിയില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. അതിൽ അഭിപ്രായം പറയാൻ പോയത് കൊണ്ട് എത്ര ബുദ്ധിമുട്ടാണ് പാർട്ടിക്ക് ഉണ്ടായത്. അതുപോലെ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവന്റെ മുതലാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്താണ് കാര്യം? അവിടെ അതിന് കമ്മ്യൂണിസ്റ്റുകൾ, അതായത് CPIM നിയോഗിച്ച ആളുകൾ അവിടെ മോഷണം നടത്തിയത് കൊണ്ടല്ലേ, ഈ സ്വർണം കട്ടത് കൊണ്ടല്ലേ ഇന്ന് ഈ പരാജയത്തിന്റെ കാരണം. അതുപോലെ മുസ്ലിം ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി, മുസ്ലിം മതവിശ്വാസികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പ്രീണനങ്ങളും പ്രകടനങ്ങളും ഒക്കെ തിരിച്ചടിയായി. എങ്കിൽ മതവിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഒരിക്കലും CPIMന് സാധിക്കില്ല. ഇനി ഇതിന് എന്ത് തിയറി കൊണ്ടുവന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, പാല് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തൈരാണ്. നമ്മൾ എന്ത് തിയറി പറഞ്ഞിട്ടും കാര്യമില്ല. വൈരുദ്ധാത്മിക ഭൗതികവാദത്തിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കമ്മ്യൂണിസം ഇല്ല. അതുകൊണ്ട് ഈ തിയറി ചമയുന്നവരൊക്കെ നിങ്ങൾക്ക് നല്ല സഹയാത്രികരാവാം, ഒരിക്കലും പാർട്ടി മെമ്പർഷിപ്പിന് നിങ്ങൾക്ക് അർഹതയില്ല.